എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യുഎയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ എംആർ കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. കമ്പനി നേരിട്ടാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ജോലി നേടാവുന്നതാണ്. യുഎയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിൽ 1997 എംആർ കമ്പനി സ്ഥാപിതമാവുന്നത്. കോർപ്പറേറ്റ് ഡെവലപ്മെന്റ്, മാൾസ്, ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ് അങ്ങനെ നിരവധി മേഖലയിൽ യുഎയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് എംആർ കമ്പനി. ദുബായിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് ഒപ്പേര എംആർ കമ്പനിയുടേതാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ഉടമസ്ഥരും എംആർ കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകളുള്ളത്. നോക്കാം നമുക്ക് എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പരിശോധിക്കാം. അതിനു മുന്നേ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കാദ്യം എംആർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. IT അറ്റൻഡൻറ്റ്, ക്യാപ്റ്റൻ, റെസ്റ്റോറൻറ്റ് മാനേജർ, ഹൗസ് കീപ്പിംഗ് അംബാസഡർ, IT എക്സിക്യൂട്ടീവ്, അസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ, അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് മാനേജർ, ഷെഫ് ഡി പാർഷെ, F&B അംബാസഡർ, സ്പാ അംബാസഡർ, റൂം ടെക്നീഷ്യൻ, സീനിയർ ഹൗസ് കീപ്പിംഗ് അംബാസഡർ, ഷെഫ് ഡി ക്വിഷിൻ, കോമീസ് 1, അതേപോലെ തന്നെ കുളിനറി അംബാസഡർ, കുളിനറി കോച്ച്, ഷെഫ് ഡി പാർഷെ, F&B അംബാസഡർ ഇൻ റൂം ഡൈനിങ്, റിസീവിംഗ് ഓഫീസർ, എഞ്ചിനീയറിംഗ് ഷിഫ്റ്റ് ലീഡർ, ഫ്രണ്ട് ഓഫീസ് അംബാസഡർ, കുളിനറി അംബാസഡർ, ഫ്രണ്ട് ഓഫീസ് അംബാസഡർ. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിലവിൽ എംആർ കമ്പനിയിലേക്ക് ജോലി ഒഴിവുകളുള്ളത്. 23ഓളം ജോബ്സുകളാണ് നിലവിൽ ഓപ്പൺ ആയിട്ട് എംആർ കമ്പനിയിൽ ഉള്ളത്. ഇതിലേക്ക് എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. എല്ലാ വേക്കൻസികളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 24 ഓപ്പൺ പൊസിഷൻസിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഏതെങ്കിലും ഒരു ജോബിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസികളാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ, യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജിൽ പോകാൻ കഴിയുന്നതായിരിക്കും. ആ ഒരു പേജിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള മേഖല, ഏത് ജോബിലാണോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ജോലിൻ്റെ മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാൻ കഴിയുന്നതാണ്. ആ ഒരു ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ അതിലേക്ക് വേണ്ട യോഗ്യത, അതിലേക്ക് വേണ്ട എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഏജ് എത്രയാണ്, ആ ഒരു ജോലിയുടെ സ്വഭാവം എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ അതിലേക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യനാണെങ്കിൽ താഴെ നിങ്ങൾക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു പേജിലേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങളുടെ ഈ ഒരു ജോലിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ ഫോം ആയിരിക്കും നിങ്ങൾ കാണാൻ കഴിയുക. അവിടെ ഒരു CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ശേഷം ഈ ഒരു ജോലിയിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഫോം ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഫില്ല് ചെയ്ത ശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, യോഗ്യത ഉള്ളവർ ഈ ഒരു മാർഗം സ്വീകരിച്ച് അതിലേക്ക് അപേക്ഷിക്കുക.